ഒറിജിനൽ മുറ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കള്ളന്മാരെടുത്ത് നിങ്ങൾ ദയവ് ചെയ്ത് പോവാതിരിക്കുക. അപ്പോൾ പലരും പറയുന്നുണ്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് പോയി എടുക്കുന്നത്. ചുമ്മാ ഏത് ഗ്രാമങ്ങളിൽ അങ്ങോട്ട് എല്ലാം പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് പോത്തിനെ എടുക്കാൻ. ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി തൊലിയാർ മണിയന്മാർ, ഇതിനെയൊക്കെ എന്തു പറയണ്ടേ. ഒത്തിരി അമ്മമാർ ഇരിപ്പുണ്ട്, ഒത്തിരി പോത്ത് പണ്ഡിതന്മാർ, പോത്തിൻ്റെ കയറെ പോലും പിടിക്കാത്ത കുറച്ച് 8 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിനെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായി പോത്ത് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ പോത്ത് കർഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോത്ത് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കാര്യം ആ സമയത്തൊക്കെ പോത്ത് വളർത്തലിന് നല്ല പ്രാധാന്യവും നല്ല എത്തിക്സും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പോത്ത് വളർത്തലിൽ ഒരുപാടധികം കർഷകരുണ്ടായിരുന്നു, ഒരുപാടധികം വ്യാപാരികളുണ്ടായിരുന്നു, നല്ല രീതിയിൽ പോത്ത് കച്ചവടത്തിന് സാധ്യത ഉണ്ടായിരുന്നു. അതേ ഒരു സാധ്യത വീണ്ടും ഉണ്ട് എന്ന് വേണമെങ്കിൽ നാട്ടിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരുപാടധികം ആൾക്കാർ, നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പോത്ത് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ, ഒരുപാടധികം ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് പോത്ത് വീഡിയോസ് ഇപ്പം ചെയ്യുന്നത്, പോത്ത് വീഡിയോസ് ചെയ്യൂ എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പോത്ത് കർഷകർ ചൂഷണപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും അതിനൊരു അറുതിയില്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാടധികം കാരണങ്ങളുണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഈ പോത്ത് വ്യാപാരി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പോത്ത് വളർത്തൽ ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട്. അതിനകത്ത് ഓൺലൈൻ ഈ പോത്തിനെ വളർത്തുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങ് ഡെയിലി ചർച്ചയും ഡെയിലി ആൾക്കാരെ ബോധവൽക്കരണവും അല്ലെങ്കിൽ പോത്ത് കർഷകരെ ബോധവൽക്കരിച്ച് പോത്ത് ബിസിനസ് അല്ലെങ്കിൽ പോത്ത് കർഷകർക്ക് ഭയങ്കര ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യാജേന ഒരുപാടധികം പോത്ത് പണ്ഡിതന്മാർ നടത്തുന്ന പോത്ത് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എന്നിട്ടും നമ്മുടെ കേരളത്തിലെ ഒരുപാടധികം പോത്ത് കർഷകർ ഇപ്പോഴും ചൂഷണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പോത്തിനെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം കർഷകർ ഇപ്പോഴും ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം ആൾക്കാരുടെ ഒരുപാടധികം ഡീറ്റെയിൽസ്, അധികം ഒരു ഡോക്യുമെന്റേഷൻ വരെ എനിക്ക് നടത്താൻ പറ്റുന്നുണ്ട്. കാര്യം കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോത്ത് വ്യാപാരികളുടെ നിന്ന് നമ്മൾ തന്നെ വീഡിയോ എടുത്തിട്ടുള്ള, നമ്മൾ നിരന്തരം വീഡിയോ എടുത്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് പോത്തിനെ എടുത്തോട്ട് പോയിട്ട് ആ പോത്തിന് എന്തോ കേടുപാട് സംഭവിച്ചത്, പോത്ത് ചത്തുപോയി. കൊണ്ടുവന്ന് കുറച്ച് ദിവസങ്ങൾക്ക് അത് ചത്തുപോയപ്പോൾ പോത്ത് വ്യാപാരിയെ വിളിച്ചാൽ അതേ കർഷകൻ ചോദിക്കുന്നു, പോത്ത് ചത്തുപോയി, അപ്പം എന്താ കാരണം എന്നറിയത്തില്ല, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊന്നും ചെയ്യാനില്ല, നീ പോത്തിനെ നോക്കിയിട്ടില്ല എടുത്തോണ്ട് പോയേ, നീ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ. അപ്പോൾ അവൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ 2 ദിവസം പോലും ആയില്ല പോത്തിനെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ നിനക്ക് വളർത്താൻ അറിഞ്ഞുകൂടാത്തോണ്ട എന്നൊക്കെ പറഞ്ഞ് ആ പോത്ത് ശരിക്കും പറഞ്ഞ ആ പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. അവന് നഷ്ടപ്പെട്ടത് ഏകദേശം 33,000 രൂപയാണ്. അതിൻ്റെ വോയിസ് ക്ലിപ്പും അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ് സഹിതം എൻ്റെ കിടപ്പുണ്ട്. ഞാനത് റിലീവ് ചെയ്യുന്നില്ല. അത് ഇനി ആ ഒരു പോത്ത് വിഷയം ഉണ്ടാകാൻ ഞാൻ നാട്ടിലില്ല. അപ്പം നാട്ടിലില്ലാത്തപ്പോൾ ഞാനിങ്ങനെ അറിയുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് ഇതൊരു ബോധവൽക്കരണമായിട്ട് മാത്രമേ കർഷകർ അല്ലെങ്കിൽ പോത്തിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെടുക്കാവൂ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ പൈസയുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, പൈസ ഇന്ന് എനിക്കിതാ, ഞാൻ പോത്തിനെ വളർത്താം, എന്നിട്ട് നിനക്ക് ഇതിൻ്റെ ലാഭം തരാം എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. പറ്റിക്കപ്പെട്ട 10 പേരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. പറ്റിക്കപ്പെട്ടിട്ടുള്ള കാര്യം, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഡെയിലി വിളിക്കുമ്പോൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന പോത്ത് കച്ചവടക്കാരൻ കേരളത്തിലുണ്ട്. ഡോക്യുമെന്റ് എൻ്റെ ഉണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് പോത്തിനെ വളർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ വളർത്താൻ സാഹചര്യമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, പൈസ എല്ലാം എൻ്റെ ഇത്താ, ഞാൻ എന്ത് ചെയ്യാം, പോത്തിനെ വളർത്തി വലുതാക്കി നിനക്ക് എൻ്റെ ലാഭം തരാമെന്നും പറഞ്ഞ് കേരളത്തിലെ ഒരു വ്യാപാരി, അല്ലെങ്കിൽ വ്യാപാരി ഒന്നും പറയാൻ ഒരു യോഗ്യതയില്ല, പോട്ട് ഞാനതൊന്നും പറയുന്നില്ല, ഇങ്ങനെ കർഷകരെ പറ്റിച്ചിട്ട് ഒരുപാട് ലക്ഷങ്ങൾ പൈസ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ചതിയുടെ വക്കിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ അത് പൊട്ടും. എത്ര നാൾ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്ര നാൾ നിലനിൽക്കും, അതൊന്നും. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന കർഷകർ ഒരുപാടധികം ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം പോത്തിന് കേരളത്തിൽ കുറച്ച് വില കൂടി. പോത്തിറച്ചിക്ക് വില കൂടിയത് മറ്റൊന്നും കണ്ടല്ല, പോത്തിറച്ചിയുടെ ആവശ്യക്കാരുടെ എണ്ണം വീണ്ടും കൂടിയത് കൊണ്ടാണ്. പോത്തിറച്ചി പണ്ട് കഴിക്കുന്നവർ കുറച്ച് കുറവായിരുന്നെങ്കിലും ഇപ്പോൾ കോഴിയിറച്ചിയുടെ വില താരതമ്യേന കൂടി. കേരളത്തിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന കോഴിയിറച്ചിയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ 1000 ടണ്ണോളം വരും. 1000 ടൺ കോഴിയിറച്ചിയാണ് ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ വിറ്റഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തിന്നുന്നത്, മലയാളികൾ തിന്നുന്നത്. ഏകദേശം ബീഫ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ അതിൻ്റെ ഒരു കണക്ക് വരുന്നത് 400 ടണ്ണായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 600-700 ടണ്ണോളം ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അത്ര ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട് ഇതിൽ, പോത്തിറച്ചിയുടെ ഇതിൽ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കോഴിയിറച്ചിക്ക് കൂടിയ വില തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോത്തിറച്ചിക്ക് വില കൂടിയിട്ടുണ്ട്. ഇത് മുതലാക്കാൻ കുറച്ച്
പോത്ത് വ്യാപാരികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കേരളത്തിലെ പോത്ത് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബർമാരെ എല്ലാം എടുത്താൽ ഞാൻ പോയത്രയും ഞാൻ കണ്ടത്രയും ചന്തകളോ അല്ലെങ്കിൽ ഫാമുകളോ ഉത്തരേന്ത്യയിലായാലും ഹരിയാന പഞ്ചാബിലായാലും അതുപോലെ തന്നെ നാട്ടിലായാലും ഉണ്ടാവത്തില്ല. കാര്യം അത്രയ്ക്ക് പോത്ത് കർഷകരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. കേരള റൗണ്ടപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ഹരിയാന റൗണ്ടപ്പ് എന്നും പറഞ്ഞ് ഒരുപാടധികം പുറത്തെ ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒരുപാടധികം ഫാമുകളിൽ പോയി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് പറയാം, ഇവിടെ ഒന്നും ഇപ്പോൾ കേരളത്തിൽ ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ നിന്നൊന്നും അല്ലെങ്കിൽ ഈ ഫാമുകളിൽ നിന്നൊന്നും കേരളത്തിൽ ആരും പോത്തിനെ കൊണ്ടുവരുന്നില്ല ഇപ്പോൾ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നുണ്ട്. കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കേൾക്കുക. ഈ കാണുന്ന ഈ എരുമയ്ക്ക് ആ എരുമയ്ക്ക് നോക്ക് നിങ്ങൾ, ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസമുണ്ടോ? മുറ തന്നെയാണ്, പ്യുവർ എലൈറ്റ് ക്വാളിറ്റി മുറ തന്നെയാണത്. അതുപോലെ തന്നെ അതിൻ്റെ പിതാവ് വളരെ റിസൾട്ട് ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ എരുമകളെയും അതിനെ കൊണ്ടാണ് ചവിട്ടിക്കുന്നത്. ആ ഒരു എരുമയെ കൊണ്ടാണ് ചവിട്ടിക്കുന്നത്. അങ്ങനെയുള്ള ആ എരുമയ്ക്ക് ആ പോത്തിനും 8 ദിവസം മുമ്പ് ജനിച്ച ഈ കുട്ടി 8 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇതിനെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. കുട്ടിയുടെ ക്വാളിറ്റിക്കാണ് ആ വില വന്നിരിക്കുന്നത്. ഇവിടുന്ന് എരുമയെ സെയിൽ ചെയ്യും കേട്ടോ. എരുമയെ സെയിൽ ചെയ്യുന്നത് ലക്ഷങ്ങളാണ് ഒരു എരുമയുടെ വില വരുന്നത് കേട്ടോ. 20+ മിൽക്കുള്ള ഒരു എരുമയ്ക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും, ലക്ഷങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന 8 മാസമുള്ള എരുമ കുട്ടിക്ക് ഏകദേശം 75,000 മുതൽ 85,000 രൂപ വരെ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ഉണ്ടല്ലോ, ഒരു മുറ പോത്തുകുട്ടിക്ക് ഇപ്പോൾ അവിടെ വരുന്ന വിലയെന്ന് പറയുന്നത് 50,000 മുതൽ മേലോട്ടാണ്. ആ സ്ഥാനത്ത് ഈ 30,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്കൊക്കെ ഈ പോത്തിന് നമുക്ക് കേരളത്തിൽ എങ്ങനെ കിട്ടും? ഒരിക്കലും കിട്ടത്തില്ല. കേരളത്തിൽ കൊണ്ടുവരുന്ന പോത്തുകളെന്ന് പറയുന്നത് കേരളത്തിൽ കൊണ്ടുവരുന്ന പോത്തിന് ഒരിക്കലും ഒരു മുറ ക്വാളിറ്റി എന്നും പറഞ്ഞിട്ട് ഒറിജിനൽ മുറ എന്ന് പറയാൻ ഒരു യോഗ്യത ആർക്കുമില്ല. ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ല പോത്തുകൾ വന്ന സമയമുണ്ട്. ഇപ്പോഴത്തെ പോത്തുകളിൽ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതിനകത്തൊക്കെ വെറും മോശമായിട്ടുള്ള പോത്തിനെ കണ്ടിട്ട് യൂട്യൂബർമാർ ആധികാരികമായിട്ട് പറയുക അത്ര നല്ല പോത്തിനെ എവിടെ കിട്ടുമെന്ന്. ആ പോത്തിനെ കണ്ടാലറിയാം ആ പോത്ത് എവിടെ ഉള്ളത്. പക്ഷേ ആ യൂട്യൂബർക്ക് പോലും ആ പോത്തിനെ തിരിച്ച കാര്യം യൂട്യൂബർമാരെല്ലാം ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഫാമിൽ ഞാൻ വളരെ കാലങ്ങളായിട്ട് എന്നെ ആ ഫാമിലി വീഡിയോ എടുക്കാൻ വിളിക്കത്തില്ലായിരുന്നു. വളരെ കാലങ്ങളായിട്ട് ഒറിജിനൽ മുറ കുട്ടികളെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ എന്തായി, അത് ക്രോസ് മുറ കുട്ടികളായി. കാര്യം ഞാൻ ക്രോസ് മുറ എന്ന് പറഞ്ഞ വീഡിയോ എടുക്കത്തുള്ളൂ. കാര്യം ആ ക്വാളിറ്റി എൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തത ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കുട്ടികൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള കുട്ടികളാണെന്ന് എനിക്ക് നോക്കാനും അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തതിന് ശേഷം അടുത്ത ലോഡിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം നമ്മളെടുക്കുന്ന വീഡിയോ വെച്ചിട്ട് അവരൊരു 10 ലോഡ് വിൽക്കും. ഓക്കെ, ആ വരുന്ന 10 ലോഡ് ഏത് കുട്ടികളാണ് കൊണ്ടുവരുന്നതെന്നുള്ളത് നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി. അതെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ആ ഒരു പോത്ത് എന്തായി, ക്രോസ് കുട്ടികളായി. കാര്യം ഞാൻ ഒറിജിനൽ മുറ എന്ന് പറഞ്ഞാൽ ആ പോത്തിനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഒറിജിനൽ മുറയല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ രീതി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ കേരളത്തിൽ ഓരോരോ യൂട്യൂബർമാർ പോയിട്ട് പറയുന്നത് കണ്ടോ ഇത്രയും ക്വാളിറ്റി ഉള്ള കുട്ടികളെ വേറെ എവിടെ കിട്ടും, ഒറിജിനൽ മുറ കുട്ടികളെന്ന്. ഒറിജിനൽ മുറ കുട്ടികളെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരേന്ത്യയിലൊക്കെ പോയി നല്ല ഫാമുകൾ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കുട്ടികളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അറിയാം അതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞാൻ അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് കർഷകർ ഈ വഴിയോര വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാതിരിക്കുക. നല്ല കുട്ടികളെ കൊണ്ടുവന്ന് നല്ല ഉത്തരവാദിത്വത്തിൽ പോത്ത് കച്ചവടം ചെയ്യുന്ന ഒരുപാടധികം നല്ല വ്യാപാരികൾ കേരളത്തിലുണ്ട്. പക്ഷെ ആ വ്യാപാരികൾ ഒറിജിനൽ മുറ എന്നും പറഞ്ഞ് ഈ 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും കൊടുക്കാൻ നിൽക്കരുത്. കാര്യം ഒറിജിനൽ മുറ എന്ന് പറയുന്ന നല്ല ക്രോസ് അല്ലാത്ത ഒരു നല്ല കുട്ടിക്ക് 50,000 രൂപ മുതൽ, എരുമക്കുട്ടിക്ക് 75,000 രൂപ മുതലാണ് വില വരുന്നത്. അപ്പോൾ എങ്ങനെ 15,000 രൂപ കൊടുക്കാൻ പറ്റും? നിങ്ങൾ ക്രോസ് മുറയെന്നോ അല്ലെങ്കിൽ അവിടുന്ന് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന പോത്തെന്നൊക്കെ പറഞ്ഞ് വിറ്റു.
ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ജനങ്ങളെ അല്ലെങ്കിൽ കർഷകരെ ചൂഷണം ചെയ്യരുത്. ഇപ്പോൾ അവിടെ വില കൂടിയെന്നും പറഞ്ഞ് ഇപ്പം 160-നും 150-നും ഒക്കെ വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കിയ, പക്ഷേ ഒറിജിനൽ മുറ എന്ന ഒരു തട്ടിപ്പ് കൊണ്ട് ഇറങ്ങരുത്. ഒറിജിനൽ മുറ എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് കൊണ്ട് വന്നിട്ട് 160 രൂപയ്ക്ക് കർഷകരെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ സാധനത്തെ മേടിക്കാൻ പോകരുത്. ഇപ്പോഴും കേരളത്തിൽ നല്ല രീതിയിൽ പോത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ തിരിച്ചറിയുക. എനിക്കത് അങ്ങനെ ഒരു ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. അവരെ തിരിച്ചറിയുക. വർഷങ്ങളായിട്ട് പോത്ത് വ്യാപാരത്തിൽ നിൽക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയി പോത്തിനെ വാങ്ങുക, നല്ല കുട്ടികളെ വാങ്ങുക. പോത്തിനെ വളർത്തി നല്ല രീതിയിൽ പരിപാലിക്കുന്നതായിട്ടുള്ള കർഷക പോത്ത് വ്യാപാരികളുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ പോയി കാണുക. അവരെ സമീപിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല കുട്ടികളെ കിട്ടും. ഒറിജിനൽ മുറ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കള്ളന്മാരുടെ അടുത്ത് നിങ്ങൾ ദയവ് ചെയ്ത് പോവാതിരിക്കുക. അങ്ങനെ പോയി ഈ ഭാരിച്ച വില കൊടുത്ത് ഈ പോത്തിനെ നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന ഈ പോത്ത് ഇറച്ചിയുടെ ഒരു ഇതുണ്ടല്ലോ, പോത്തിനെ കൊടുത്താൽ ഇത്ര രൂപ കിട്ടും എന്നുള്ളത്. നിങ്ങളുടെ പോത്ത് വളർന്ന് വലുതായി വരുമ്പോൾ നിങ്ങൾക്ക് വിൽക്കാനൊരു സാഹചര്യം പോലും ഈ പോത്ത് കച്ചവടക്കാരന്മാർ ഉണ്ടാക്കത്തില്ല. കാര്യം എന്താ? ഈ സീസൺ വരുന്ന സമയത്ത് നിങ്ങളല്ലേ എഴുതി വെച്ചോ, ഈ വരുന്ന സീസൺ സമയത്ത് ഈ കച്ചവടക്കാർ മുഴുവൻ പുറത്തുനിന്ന് ഇറച്ചി പോത്തിനെ കൊണ്ടുവന്നില്ലെങ്കിൽ കണ്ടോ, തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ പോത്ത് എന്തായി? നിങ്ങളുടെ പോത്ത് അവിടെ നിൽക്കും. നിങ്ങൾക്ക് ഉദ്ദേശിച്ച വില കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ പോത്തിനെ വളർത്തുവാനുള്ള ഫീഡിങ് കോസ്റ്റ്, അതുപോലെ തന്നെ ഈ പോത്തിന് കൊടുക്കേണ്ട വില, ഇതെല്ലാം കൂടെ വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോത്ത് ബിസിനസ് ഒരു ലാഭകരമായിട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി എത്ര വില കൂടിയാലും പോത്തും ഇറച്ചിക്ക് 500 രൂപ വില കിട്ടിയാൽ ലാഭകരമായിട്ട് നടത്താൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ സീറോ കോസ്റ്റ് ആയിരിക്കണം, ഫീഡ് അഴിച്ചു വിട്ട് തീറ്റിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. തീറ്റയും കൊടുത്തിട്ട് ഇതിനെ 500 രൂപ ഇറച്ചിക്ക് വില കിട്ടിയാലും ഇത് മുതലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കബളിപ്പിക്കലിന് പോയി ചാടരുത്. നിങ്ങൾ പോത്തിനെ മേടിക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ മേടിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പായിട്ട് ഈ പറയുന്ന പോത്തോളത്തിൽ വരുന്നവരെയൊക്കെ അടിച്ചു ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. അവരെ ഒന്നും വിശ്വസിച്ച് നിങ്ങൾ ഇനി കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്. പല ഗൾഫ് മലയാളികളൊക്കെ ഇത്രയും അറിവൊക്കെ ഉള്ളവന്മാർ ഈ പൊട്ടന്മാരുടെയൊക്കെ വാക്കും കേട്ടുകൊണ്ട് കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരം ഇതിനും വേണ്ടിയിട്ട്. നമ്മൾ എന്തോ പഠിച്ച് ഇതിനകത്തു നിന്നൊക്കെ. ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഒത്തിരി തൊലിയാർമണിയന്മാർ, ഇതിനെയൊക്കെ എന്തു പറയണ്ടേ. ഒത്തിരി അമ്മമാർ ഇരിപ്പുണ്ട്, ഒത്തിരി പോത്ത് പണ്ഡിതന്മാർ, പോത്തിൻ്റെ കയറെ പോലും പിടിക്കാത്ത കുറച്ച് ഓൺലൈനിൽ ഇരുന്ന് കമൻ്റ് അടിക്കാനും അല്ലെങ്കിൽ വാട്സപ്പിൽ ഇരുന്ന് ചിലയ്ക്കാനും അറിയാവുന്ന ഒത്തിരി ഇവന്മാരൊക്കെ എന്തോ ചെയ്യുന്നുണ്ട് പോത്ത് കർഷകർക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഓരോ ബോധവൽക്കരണം ചെയ്യാനോ എത്ര പേരുണ്ട്. ഇവന്മാരുടെയൊക്കെ പോത്ത് ഗ്രൂപ്പിലുള്ള എത്ര മെമ്പേഴ്സ്മാർ അതിൽ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ടെന്ന് അറിയോ? ഇവർക്കൊന്നും അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്തുണ്ട്. ഞാൻ പിന്നെ ഈ മേലെ ചുമ്മാ കിടന്ന് തൊഴിലുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും മിണ്ടാത്തതും ഇതിനെക്കുറിച്ച് പറയാത്തതും ഈ വീഡിയോസ് എടുപ്പൊക്കെ ഇങ്ങനെ നിർത്തിയതും. കർഷകരുടെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ല കർഷകരുടെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പെരുന്നാൾ സമയത്തൊക്കെ നല്ല ചന്തകളുടെയൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് നല്ല പോത്ത് കർഷകരുടെയൊക്കെ വീഡിയോ എടുത്താനെ. പക്ഷേ ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പോയിട്ട് നടക്കുന്ന ലക്ഷങ്ങളാണ് ഇവന്മാരൊക്കെ ഈ പോത്ത് കർഷകരെ പറ്റിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് മനസ്സിലാകാതെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാവപ്പെട്ട കർഷകർ മനസ്സിലാക്കുക, ഇതൊന്നും ലാഭകരമാകത്തില്ല. നിങ്ങളുടെ പൈസ പോകുന്നല്ലാതെ ഒരു രക്ഷയുമില്ല. നിങ്ങളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പോത്ത് ഈ വഴിയോര കച്ചവടത്തിൽ പോത്തിനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഈ വല്ല ചന്തയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒറിജിനൽ മുറയാന്ന് പറഞ്ഞ് വിൽക്കുന്നവന്മാരുടെ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക. ഈ പഞ്ചാബിൽ, ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ പഞ്ചാബിലെ ഒരു ഡയറി ഫാമിലെ വീഡിയോ. ഈ ഇതിനകത്ത് പറയുന്ന ആ കുട്ടിക്ക്, അത് ക്വാളിറ്റിയുള്ള അവിടുത്തെ തന്നെ ഒരു എരുമയുടെ കുട്ടിക്ക് വരുന്ന 50,000 രൂപ വിലയാന്നേ. അതുപോലെ തന്നെ ഹരിയാനയിൽ എത്ര ഫാമിൽ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ടില്ല. ഞാൻ എത്ര ഹരിയാന റൗണ്ടപ്പ് എന്ന് പറഞ്ഞിട്ട് എത്ര വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ ആ പോത്തൂട്ടിയുടെയൊക്കെ വില നിങ്ങൾക്ക് എത്രയാണെന്നറിയോ? ആ പോത്തൂട്ടിയൊക്കെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും ആർക്കെങ്കിലും. ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ പറ്റും. ഷോ ക്വാളിറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി വളർത്താൻ പറ്റും. അല്ലെങ്കിൽ 50,000 രൂപ 60,000 രൂപയ്ക്കൊക്കെ ഒരു പോത്തുകുട്ടി, 8 മാസം പ്രായമുള്ള പോത്തുകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തിട്ടുമാർ. അപ്പോൾ ഒറിജിനൽ മുറ എന്നും പറഞ്ഞിട്ട് തട്ടിപ്പിനകത്ത് പോയി വിടുക. നിങ്ങൾ വിറ്റോ. ഒന്നീ യൂട്യൂബർമാർ ഇത് പഠിക്കുക, ഒറിജിനൽ മുറ ഏതാണെന്ന് പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൈസ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒറിജിനൽ മുറയെ ക്രോസ് മുറയെന്നല്ല, ക്രോസ് മുറയാണെങ്കിൽ ക്രോസ് മുറയെന്ന് തന്നെ പറയും, ഒറിജിനൽ മുറ ആണെങ്കിൽ ഒറിജിനൽ മുറ എന്ന് പറയും. പക്ഷേ വേറൊരു കാര്യം നമുക്ക് സംഭവിക്കുന്നത്, അത് യൂട്യൂബർമാർക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ നല്ല കുട്ടിയായിരിക്കും, നമ്മൾ ഒറിജിനൽ മുറ നല്ല കുട്ടിയാണ്, ഒറിജിനൽ ക്വാളിറ്റി കുട്ടികളാണ്, അവർ ഫാമിൽ നിന്ന് എടുത്താണ്, അല്ലെങ്കിൽ നമുക്കതിനെ വ്യക്തമായിട്ട് അറിയാം ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. നമ്മൾ അങ്ങനെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഇവിടെ വ്യക്തമായിട്ട് അറിയാതെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്നും. ഇവർ പലരും മറച്ചൊക്കെ വയ്ക്കും. ഇപ്പം പലരും പറയുന്നുണ്ട് ഗ്രാമങ്ങളിൽ നിന്നാണ് പോയി എടുക്കുന്നത്. ചുമ്മാതാ. ഏത് ഗ്രാമങ്ങളിൽ അങ്ങോട്ട് എല്ലാം പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് പോത്തിനെ എടുക്കാൻ. ഇതെല്ലാം ചന്തയിൽ കൊണ്ടുവന്ന് അടിഞ്ഞു കൂടുന്ന വേസ്റ്റ് വെട്ടാൻ പോകുന്നത്. ഇത് നിങ്ങൾ മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലേക്ക് ഇവന്മാർ ഇത് കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ലോ ഈ സാധനം പോകുന്നത് യൂസഫ് അലിയുടെ മറ്റേ കട്ടിങ് സെൻറ്ററിലേക്കാണ്. ആ കട്ടിങ് സാധനങ്ങളൊക്കെ എവിടെ വരും? ഇവിടെ UK വരും. നമ്മളൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് ഇന്ത്യൻ ബീഫ്, നല്ല പൈസയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ വരും. ഇവന്മാർ ഇത് നാട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ സാധനം ഇവിടെ വരുന്നത്. അത്രയ്ക്ക് വേസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കേരളത്തിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ വലിയ ഒറിജിനൽ മുറയെന്നും പറഞ്ഞ് മേടിച്ച് വെച്ച് വളർത്താൻ പോകുന്നത്. ഇത് വളരത്തുമില്ല. അതാണ് വിഷയം. നമ്മൾ ഈ നല്ല തീറ്റയും കൂടെ അടിച്ചേറ്റ് ഇത് കൊടുക്കും. ഇത് വളരത്തുമില്ല. എന്നാൽ പോട്ട് ഏതെങ്കിലും ഒരെണ്ണം വളർന്നെന്ന് വെച്ചോ, 2, 3, 4 വർഷം എടുത്ത് വളർന്നെന്ന് വെച്ചോ, ഇതിനെ ഒന്ന് വിൽക്കാൻ നോക്കുമ്പോഴായിരിക്കും അവ എന്തോ ചെയ്യും, മറ്റേ പുറത്തുനിന്ന് പോത്തിനെ എടുത്തുകൊണ്ട് വരും. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ഈ പെരുന്നാളാകുമ്പോഴത്തേക്കും നല്ല ഭയങ്കര പോത്തുകളൊക്കെ ഇങ്ങോട്ട് 5 ലക്ഷം രൂപയ്ക്കൊക്കെ മതുപ്പ് വിലയ്ക്ക് അങ്ങ് വിൽക്കും. അപ്പോൾ എന്തോ ആയി, പുറത്തുനിന്ന് വന്ന പോത്ത്, നാട്ടിൽ നിന്ന പോത്തിന് എന്തോ ആയി, ഒരു വിലയില്ല. പുറത്തുനിന്ന് പോത്തൊക്കെ 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും പോകുമ്പോൾ നാട്ടിൽ ഇവിടെ കർഷകൻ പാടുപെട്ട് നിർത്തി വളർത്തിയ പോത്തിനൊന്നും വില കിട്ടാനില്ല. അപ്പം പിന്നെ ഇറച്ചി വില 500 ആണെന്നും പറഞ്ഞ് കർഷകൻ 500 കിട്ടുകയില്ല. ഈ ഒരു പോത്ത് വളർത്തൽ എന്ന് പറയുന്നത് വളരെ നഷ്ടകരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ലാഭകരമാക്കണമെങ്കിൽ ഫ്രീ കോസ്റ്റ് ഫാമിംഗ് ആയിരിക്കണം. ഫ്രീ കോസ്റ്റ് ഫാമിംഗ് ഒക്കെ ആണെങ്കിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനാണ് നമ്മുടെ വലിയ ചിലവില്ലാതെ വളർത്തുന്ന ഒരു കർഷകനാണ് നമ്മുടെ കുളത്തൂപ്പുഴ രാജേട്ടൻ. അദ്ദേഹം അതിൽ വളരെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം ഫ്രീ കോസ്റ്റാണ്, നല്ല രീതിയിൽ വളരെ ലാഭകരമായിട്ട് നടത്താൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാടധികം ആൾക്കാരുണ്ടില്ലെന്നല്ല. ചില ഇപ്പോൾ ഉണക്ക സമയത്തൊക്കെ രാജ്യമായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാര്യം ഫീഡിൻ്റെ അല്ലെങ്കിൽ പുല്ലിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കള്ളന്മാരെ വിശ്വസിച്ച് നിങ്ങൾ പോത്തിനെ പോയി മേടിക്കാതിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം 2 വണ്ടി എടുക്കുന്നു, 3 വണ്ടി എടുക്കുന്നു, ഡയറക്റ്റ് സാധനം കൊണ്ടുവരുന്നു. ഇതൊക്കെ ആരുടെ പൈസയാന്നേ? ഒരു പോത്ത് കർഷകൻ രക്ഷപ്പെട്ടോ നിങ്ങൾ പറ. നിങ്ങൾ ഇതിനകത്ത് ഒരു 15 പോത്തിന് 20 പോത്തിനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പോത്ത് കർഷകൻ രക്ഷപ്പെട്ടെങ്കിൽ എന്നോട് പറ, നമ്മൾ അംഗീകരിക്കാം. പോത്ത് വ്യാപാരികളെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. 5ഉം 10ഉം വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പോത്തിനെടുത്തുകൊണ്ട് മുറ പോത്തെന്നും പറഞ്ഞ് എന്നെപ്പോലുള്ള യൂട്യൂബർ വഴി ഞാനും ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, പൈസ മേടിച്ചിട്ട് ഞാനും ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലുള്ള യൂട്യൂബർ വിളിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മൾ ചെന്ന് വീഡിയോ എടുത്ത് കൊടുക്കും. അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല പോത്തിനായിരിക്കും. വീഡിയോ എടുക്കാൻ വിളിക്കുന്ന സമയത്ത് അവന്മാർ നല്ല പോത്തിനെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്തോ നല്ല പോത്ത്. ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ 10 ലോഡ് വയ്ക്കും. ആ 10 ലോഡ് മറ്റേ അവിടെ നിന്നുള്ള കുട്ടികളായിരിക്കും. പാവപ്പെട്ട കർഷകരെന്ത് ചെയ്യും, ഇത് പോയി മേടിക്കും. അവിടെ തീർന്നു കർഷകൻ്റെ പോത്ത് വളർത്തൽ എന്നുള്ള ആഗ്രഹം. അവിടെ വരെ ഉള്ളൂ. പിന്നെ ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. കാര്യം ഇപ്പം നമ്മളത് വെയിറ്റിംഗ് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ നമുക്ക് വരാനുണ്ട്. വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യും. ഓൺലൈൻ തട്ടിപ്പിൽ പെടാതിരിക്കുക. അങ്ങനെ പോത്തിനെ വല്ലവൻ്റെയും കയ്യിൽ പൈസ കൊടുത്തിട്ട് പോത്തിനെ വളർത്തുന്ന പരിപാടിക്ക് ദയവേത് കർഷകർ അതോ എല്ലാവരും ദുബായിലും ഷാർജയിലൊക്കെ പുറത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, മിഡിൽ ഈസ്റ്റിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ പോത്ത് ഗൃഹാതുരത്വം ഉണർത്തുന്ന സംഭവമാണല്ലോ ഈ പോത്തിനെ വളർത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പോത്തിനെ വളർത്തി നല്ല ഒരുത്തം വളർത്തി തരും. അവൻ്റെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് പോത്തിൻ്റെയും പൈസ കൊടുക്കണം, തീറ്റയുടെയും പൈസ കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവനെ എൻ്റെ പോത്തെന്തായെന്ന് കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. അതാ സംഭവം. എത്ര പേര് പറ്റിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് 10-11 പേരുടെ വോയിസ് കോളുകളും വോയിസ് റെക്കോർഡ്സും, പിന്നെ വോയിസ് റെക്കോർഡ്സ് എല്ലാം നമ്മുടെ വാട്സപ്പിൽ അയച്ചിരിക്കുന്ന വോയിസ് സന്ദേശങ്ങളുണ്ടല്ലോ, വോയിസ് മെസ്സേജുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഭയങ്കര പരിപാടിയൊക്കെയാണ്. മുദ്രപത്രത്തിലൊക്കെ എഴുതി പിടിപ്പിച്ച്. ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ കാണാം. ബൈ.